ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ക്യാഷിഫൈന്ന് നമ്മൾ കുറേ പേര് ഇപ്പോൾ ക്യാഷിഫൈന്ന് ഐഫോൺസും സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അത്യാവശ്യം പ്രീമിയം ഫോൺസുകൾ തന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ക്യാഷിഫൈ. ഇത് ആക്ച്വലി അവരെതിരെ സംഭവമൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ നോട്ടീസ് ചെയ്ത സംഭവമാണ്. ഞാൻ ആക്ച്വലി ക്യാഷിഫൈൻ്റെ ഒരു സാധനം പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ 2-3 ഫ്രണ്ട്സും സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജും ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ക്യാഷിഫൈന്ന് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 കണ്ടീഷനിലുള്ള ഫോണായിരുന്നു വാങ്ങിക്കാം: സൂപ്പർബ്, ഫയർ, പിന്നെ ഗുഡ്. അപ്പൊ അത് നമ്മുടെ സ്ക്രാച്ചും സംഭവങ്ങളൊക്കെ അനുസരിച്ചിട്ട് ആണ് അവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. പക്ഷെ ഒരു മെയിൻ പോയിന്റ് അവർ അതിൽ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, അതിൽ ബാറ്ററി ഹെൽത്തിന്റെ കാര്യം പറയുന്നില്ലേ. നമ്മളിപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡിവൈസ് കണ്ടീഷൻ ആയിട്ടുള്ള സൂപ്പർബ് മോഡൽ തന്നെ എടുത്താൽ മതി, അവർ ബാറ്ററി ഹെൽത്തിന്റെ കാര്യം പറയുന്നില്ല. ഇപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യപ്പോൾ എൻ്റെ ഒരു റീസെന്റ് ഒരു ഫ്രണ്ട് സാധനം വാങ്ങിച്ചിട്ട് ഐഫോൺ വാങ്ങിച്ചു 13, എനിക്ക് തോന്നുന്നത് 42 or 43 സംതിങ് ആയ സാധനം, സൂപ്പർബ് എഡിഷൻ, സൂപ്പർ മോഡൽ. ഇപ്പം പുതിയതിന് 50-ന്റെ താഴെ ഓഫറിലൊക്കെ വരുന്നുള്ളൂ. ഓഫറല്ല, ചിലപ്പോൾ നമുക്ക് 48-47 രൂപയ്ക്കൊക്കെ നമുക്ക് ആ പ്രൈം ഡേയ്സ് അങ്ങനത്തെ സംഭവത്തിലൊക്കെ നമുക്ക് കിട്ടും. ശരിക്കും അത് വാങ്ങിച്ചതിന് ഒരു മണ്ടത്തര ഡിസിഷനാണ്. പക്ഷേ സാധനം കണ്ടീഷനൊക്കെ കിടിലനായിരുന്നു, ഒരു സ്ക്രാച്ചോ സംഭവമൊന്നുമില്ല. ഞാൻ ഫോട്ടോസൊക്കെ കണ്ടെന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഇത് മിസ്സായത്. ഇപ്പോൾ സ്ക്രാച്ചോ സംഭവമൊന്നുമില്ല, പക്ഷേ ബാറ്ററി ഹെൽത്ത് നോക്കിയപ്പോൾ 83% ഉള്ളൂ. ഇവർ ബാറ്ററി ഹെൽത്തിനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ അവരെ കസ്റ്റമർക്കാരനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അവർ പറയുന്നില്ല, ഒരു മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ പ്രത്യേകിച്ച് ഐഫോൺസ് ആണ്. ഐഫോൺസ് എന്ന് വെച്ചാൽ ഈ ബാറ്ററി ഹെൽത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഈ സാധനം വാങ്ങിക്കില്ല. സെക്കൻഡ് ഫോൺ നിങ്ങൾ വിൽക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ ഐഫോൺസ് ക്യാഷിഫൈനൊക്കെ ഇതുപോലെ, ക്യാഷിഫൈന് മാത്രമല്ല, ഇങ്ങനത്തെ ഏതെങ്കിലും തേർഡ് പാർട്ടി ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന വെബ്സൈറ്റിൽ കൂടെയൊക്കെ ഐഫോൺസ്, പ്രത്യേകിച്ച് ഐഫോൺസ് ഇപ്പോൾ ഹൈ എൻഡ് ഡിവൈസ് ഏതായാലും കണക്ക് തന്നെയാണ്. ബാറ്ററി പോയി കഴിഞ്ഞാൽ പോയി തന്നെയാണ്. പക്ഷെ മറ്റേതൊന്നും കാണിക്കില്ലല്ലോ, നമുക്ക് വിൽക്കാം വേണമെങ്കിൽ. ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, ഫ്ലിപ്കാർട്ടിൽ ത്രൂ എക്സ്ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഇത് നടക്കില്ല. ബാറ്ററി ഹെൽത്ത് ഭയങ്കര ഡൗണാണ്. 80% താഴെ പോയി കഴിഞ്ഞാൽ തന്നെ ശരിക്കും മാറ്റണം എന്നൊക്കെയാണ് ബ്രാൻഡൊക്കെ പറയുന്നത്. പക്ഷെ ഇത് 83 സാധനം 42,000 രൂപ കൊടുത്ത് വാങ്ങിച്ചെന്ന് പറയുമ്പോൾ അത് സാധനം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ്. പക്ഷെ ഇഷ്യൂ സംഭവമൊന്നുമില്ല. അത് കാരണം അവർ ഇത് മാറ്റി തരുന്നില്ല. അപ്പൊ ഇതാണ് പ്രശ്നം. അപ്പൊ ക്യാഷിഫൈന്ന് ഇതുപോലെ സംഭവം ഐഫോൺ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട, ഇത് ബാറ്ററി ഹെൽത്ത് കൺഫേം ചെയ്തിട്ട് മാത്രം വാങ്ങിക്കാട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ ബാറ്ററി നിങ്ങൾ വന്നിട്ട് മാറ്റേണ്ടി വരും. എന്ന് വെച്ചാൽ 82% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ 80-ന്റെ താഴെ പോകും. പിന്നെ ബാറ്ററി മാറ്റേണ്ടി വരും. ബാറ്ററി ഐഫോൺ 13 ഒക്കെ ബാറ്ററിക്ക് എന്തായാലും ഒരു 10,000 രൂപ മിനിമം വരും, വിത്ത് നമ്മുടെ സർവീസ് ചാർജും സംഭവമൊക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നത് ബാറ്ററിക്ക് തന്നെ 8,000 സംതിങ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വെറുതെ ഇപ്പൊ ടോട്ടൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പുതിയ ഐഫോൺ 13 പ്രൈസിന്റെ കാട്ടും കൂടുതലായി. അപ്പോൾ ക്യാഷിഫൈന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. ക്യാഷിഫൈ മാത്രമല്ല, ഇതുപോലത്തെ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന എല്ലാ സാധനത്തിനും അത് ഫോൺ മാത്രമല്ല, മാക്ബുക്ക്, അതുപോലെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, ഇപ്പോൾ എന്ത് സംഭവം ആയാലും ബാറ്ററി ഹെൽത്ത് മെയിൻ സംഭവമാണ്. എന്താ വെച്ചാൽ ഇവര് റീഫർബിഷ് ഒന്നാമത് ഇറക്കുന്നത്. കുറെ സാധനത്തിൽ ഇവർ ബൂസ്റ്റ് ചെയ്തിട്ട് 100% കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അത് കുറെ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. ഇതിൽ നമ്മുടെ ഫോണിൽ 100% കാണിക്കുക. നമ്മൾ അവരുടെ 3i ടൂൾ വെച്ച് നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ 80-85% കാണിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവരെ കുറെ ബൂസ്റ്റിംഗ് പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ ഉടായ്പ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഞാൻ അത് കാരണം ക്യാഷിഫൈന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ കാശ് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടാണല്ലോ വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുറെ പേര് വീഡിയോ ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷേ അത് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് കാശ് തിരിച്ചു വിട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി നമ്മുടെ ഇതെന്നുള്ള ഇൻകമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ നമുക്ക് പോകുന്ന ചാനലുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വലിയ ആൾക്കാർക്ക് വലിയ ഇതൊന്നും ഇല്ല. നല്ലൊരു ആൾക്കാർക്ക് കാണേണ്ടത് എന്താ പറയുക, അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന ഡെയിലി വ്ളോഗ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ പിന്നാലെ പോകുന്നത് അതിനൊക്കെയാണല്ലോ വ്യൂസ് കൊടുത്തില്ല. ഇപ്പോൾ മര്യാദയ്ക്ക് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ വീഡിയോസിനും അതുപോലെ തന്നെ ടെക്നിക്കൽ വീഡിയോസിനും ഫൈനാൻഷ്യൽ വീഡിയോസിനും ഒന്നും റിവ്യൂ ഇല്ല. കുറെ കാലമായിട്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ അത് കാരണം പിന്നെ അത് ക്യാൻസൽ ചെയ്താണ് ക്യാഷിഫൈന്ന് വാങ്ങിച്ചത്. ഞാൻ ആക്ച്വലി ക്യാഷിഫൈന്ന് ഒരു ഐഫോൺ വാങ്ങിച്ചിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഓൾറെഡി ഇപ്പോൾ 15 അപ്പം എൻ്റെ ഇതിന് മുമ്പ് 13 ആയിരുന്നു. അപ്പോൾ ഞാനൊരു 12 വാങ്ങിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഒരു 12-ന് സൂപ്പർ എഡിഷന് 33 കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ സംഭവം ഇഷ്യൂ ഞാൻ പിന്നെ ഫ്രണ്ടിൻ്റെ സംഭവം കേട്ടപ്പോൾ ഞാൻ പിന്നെ കുറേ വീഡിയോ നോക്കിയപ്പോൾ അതിലും പറയുന്നത് ഇതുപോലെ. അപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ക്യാഷിഫൈന്ന് വാങ്ങിക്കുന്നവരെ സൂക്ഷിക്കാം.